ടെൽ അവീവ് ചാരക്കൂമ്പാരമായി. ഏറെക്കുറെ പടിഞ്ഞാറൻ മീഡിയകളും ഇത് സമ്മതിച്ചു. ഗസയേക്കാൾ ഭീകരമാണ് ടെൽ അവീവ് നഗരത്തിൻ്റെ കാഴ്ച എന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടുന്ന് അഭയാർത്ഥികളെ പോലെ പ്രദേശം വിട്ടു പോകുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. സുരക്ഷിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടുത്തെ സർക്കാരിന് പോലും സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എല്ലാവരും ബങ്കറുകൾക്കടിയിലാണ്. പബ്ലിക്കിലേക്ക് നേതൃത്വ നിരയിൽ ഒരാളും പുറത്ത് ഇറങ്ങി നടക്കുന്നില്ല എന്നുള്ളത് പോലും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നവർക്ക് പോലും സുരക്ഷിതമില്ലാത്ത ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതം ഉണ്ടാവും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഉയർന്നു നിൽക്കുന്ന 10 നിലയുടെ മേലെ ഉയർന്നു നിൽക്കുന്ന ഒരു ബിൽഡിംഗ് പോലും ജെറുസലേം നഗരത്തിൽ കാണാത്ത വിധം വ്യാപകമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവരെ കൊറിയയും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കടുത്ത പ്രഹരശേഷിയുള്ള മിസൈലിൻ്റെ വർഷമാണ് വെടിക്കെട്ട് മോഡൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൊറിയയാണ് ഇറാൻ കൈമാറിയത്. കപ്പൽ മാർഗം കൈമാറ്റപ്പെട്ടു എന്നുള്ളതും അത് യുദ്ധത്തിന് മുൻപ് തന്നെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര പാതയിൽ വെച്ച് മറ്റുള്ള ബോട്ടുകളിലേക്കോ മറ്റോ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് എന്നും പറയുന്നു. അത് ഒരു പ്രാവശ്യം നല്ല നിരന്തരം ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തങ്ങൾ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് തങ്ങളുടെയും ഒക്കെ ഒരു കടമയല്ലേ എന്ന് കിം ജോങ് ഉന്നിന് ചോദിച്ചതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശേഷി ഇതിൽ 980 കാലഘട്ടത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. 980 കാലഘട്ടത്തിൽ തന്നെ ഈ കൊറിയയും ഇറാനും തമ്മിൽ നേരിട്ട് കരാർ വ്യവസ്ഥയുണ്ട്. ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പ്രതിരോധ രംഗത്തുള്ള സഹകരണം, പിന്നീട് നയതന്ത്ര ബന്ധത്തിലുള്ള കൂട്ടുകച്ചവടം, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് മുതലേ വലിയ സൗഹൃദം, വലിയ ബന്ധവുമാണ്. ഒരു പിതാവിനെ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു വേദനയാണ് ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖംനായുടെ മരണം എന്നിൽ ഉണ്ടാക്കിയത്. അത് മരിച്ചതല്ലല്ലോ, കൊന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഒരു പിതാവിൻ്റെ മരണം അല്ലെങ്കിൽ ഒരു പിതാവിനെ കൊല്ലുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളും പ്രതികാരവും ഒരു മകനുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ വൈകാരികമായി ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്നൊരു ചോദ്യവും കിം ജോങ് ഉന്നിന് ചോദിച്ചതായിട്ട് പറയുന്നു. ഇപ്പോൾ എവിടെയും ഒരു ശാന്തിയോ സമാധാനമോ ഇസ്രായേലിയർക്കില്ല. അവർ വളരെ എളുപ്പത്തിൽ തുടങ്ങി വെച്ച് എളുപ്പത്തിൽ അവസാനിപ്പിക്കുകയും ഭരണമാറ്റം നടത്തിക്കൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുകയും മിഡിൽ ഈസ്റ്റിലെ സർവാധിപത്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് വന്നു ചേരുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും എന്നുള്ളതും അതിന് സാധ്യമാകുമെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ വെറുതെ ആയിരുന്നു, മണ്ടത്തരമായിരുന്നു. കാര്യം ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാത്ത രീതിയിൽ രാജ്യത്തോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് മണ്ടത്തരമാണ്. ആ പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത്. ഇറാന്റെ ശക്തിയെക്കുറിച്ചോ ബലത്തെക്കുറിച്ചോ പ്രഹരശേഷിയെക്കുറിച്ചോ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന 5 ലക്ഷത്തിലധികം സൈനികർ സംഘടിച്ചുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതും മതപരമായിരിക്കുന്ന ഒരു ശത്രുവാണ് ജൂതന്മാർ എന്ന് മനസ്സിലാക്കുന്നതിലും ഇസ്രായേൽ പരാജയപ്പെട്ടു. അമേരിക്ക വിചാരിച്ചു അത് വലിയ കോളനിയാണ്, വലിയ സംവിധാനമാണ് എന്നൊക്കെ. എന്നാൽ ഇതൊക്കെ കപ്പലിൽ എത്ര വിമാനം വന്നാലും എത്ര മിസൈൽ ഉണ്ടെങ്കിലും ഇപ്പുറത്ത് ശത്രുവിൻ്റെ കയ്യിലുണ്ടാകുന്ന മിസൈൽ കൊണ്ട് തകർക്കാൻ മാത്രമേ തങ്ങളുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിൽ തടിയനായിരിക്കുന്ന ട്രംപ് വലിയ രീതിയിൽ പരാജയപ്പെട്ടു. എന്താണ് ഈ ഇസ്രായേൽ പറയുന്നത്? ആ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അപ്പടി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇറാനെതിരെ രംഗപ്രവേശനം ചെയ്തത്. ഇറാനാണെങ്കിൽ ഇവർ വരുമെന്നുള്ളതും ഇവരുടെ പ്രഹരശേഷി ഇത്രയാണ്, ശക്തി ഇത്രയാണ്, അവരുടെ പ്രതിരോധ സംവിധാനം അയൺഡോം ആണെങ്കിലും ടാഡ് സിസ്റ്റം ആണെങ്കിലും അത് എത്രയൊക്കെയാണ് പ്രഹരശേഷി ഉള്ളത് എന്നും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പ് നടത്തിയിട്ട് അവരെന്ത് ചെയ്തു? അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി. വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത ഭാഗങ്ങളിലും പർവ്വതത്തിൻ്റെ തായ്വാരത്ത് പോലും അവരുടെ മിസൈലിൻ്റെ ഗോഡൗണുകൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം. ഇപ്പോൾ അമേരിക്ക ഇറാൻ ആക്രമിച്ചു. കഴിഞ്ഞ വർഷം ആക്രമിച്ചതോടനുബന്ധിച്ച് അവരുടെ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും തകർന്നു പോയി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം IAEA തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും തകർന്നിട്ടൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൈവശത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബിൻ്റെ പ്രഹരശേഷി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെയും അടിഭാഗം തുരന്നുകൊണ്ടാണ് ആണവായുധത്തിൻ്റെ സംവിധാന കാര്യങ്ങൾ ഇറാൻ നിക്ഷേപിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെ തകരാനാ? B-2 വിമാനത്തിൽ വലിയ രീതിയിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ടുപോയിട്ടു. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നല്ലാതെ ബിൽഡിംഗ് തകർന്നു എന്നുമല്ലാതെ അവരുടെ ആണവായുധത്തിന് ഒരു കേടും സംഭവിക്കാത്ത വിധം ശത്രുവായിരിക്കുന്ന അമേരിക്കയുടെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇറാൻ അതിൻ്റെ സംവിധാനം ഒരുക്കി. അത് സംവിധാനം ഒരുക്കും എന്നുള്ളത് അമേരിക്കക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. വലിയ ഇൻ്റലിജൻസ് സംവിധാനമാണ് ലോകോത്തര നിലവാരത്തിലുള്ള. മൊസാദിൻ്റെ സംവിധാനം വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് കോണിൽ എന്തൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാലും അതറിയാൻ വേണ്ടി സാധിക്കും.
അതിനുള്ള സംവിധാന സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് എല്ലാ കാലത്തും വിളിച്ചു പറയുന്നവരാണ് മൊസാദ് സംഘം. എന്നാൽ അവരുടെ മുറ്റത്താണ് ഹമാസ് ഇത്രയും വലിയ സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടാക്കിയത്. അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൊട്ടന്മാരാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ അതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും മന്ത്രിസഭകളും സംവിധാനങ്ങളും സൈനിക മേധാവികളും എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അവസാനത്തെ വെള്ളിയാഴ്ച, എല്ലാ റമദാനിലെയും അവസാനത്തെ വെള്ളിയാഴ്ച ഖുദ്സ് ദിനമായിട്ട് ഇറാൻ ആചരിക്കും. ഈ പ്രാവശ്യം ആചരിച്ചു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത, പാലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന് യുദ്ധമുഖത്ത് വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞ രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമേ ഉള്ളൂ, രണ്ടാമത് രാജ്യമല്ല. അതും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ നേതൃത്വത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തിരിക്കുന്ന പ്രകടനത്തിലാണ് അദ്ദേഹം നേതൃത്വം നൽകി. ഈ യുദ്ധമുഖത്ത് നിന്ന് ഏത് സമയവും കൊല്ലപ്പെടാൻ ഉറപ്പുള്ള ലിസ്റ്റിലെ ആദ്യത്തെ പേര് മസൂദ് പെഷഷ്കിയാൻ്റെതാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ആ പ്രകടനത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു. മരണം അവർക്ക് പ്രശ്നമല്ല എന്ന് അവരുടെ ആ സംവിധാനങ്ങൾ, അത് ഷിയാ വിഭാഗത്തിന്റെ മതപരമായിരിക്കുന്ന ആ സംവിധാനത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഖലീഫയുടെ 4ാമത്തെ ഖലീഫായ അലിയുബിൻ അബി താലിബാണ്. അദ്ദേഹം രക്തസാക്ഷിയാണ്, കൊല്ലപ്പെട്ടതാണ്. അവർക്ക് 2 മക്കളുണ്ട്, ഹസൻ ഹുസൈൻ. രക്തസാക്ഷികളാണ്, കൊല്ലപ്പെട്ടവരാണ്. അവരുടെ പിന്തുടർച്ചയാണ് ഷിയാ വിഭാഗം എന്ന് പറയുന്നത്. രക്തസാക്ഷിത്വവും കൊലപാതകങ്ങളും കണ്ട് മടുത്ത ഒരു പരമ്പരയുടെ ജീവനാടികളാണ് ഈ പറയപ്പെട്ട വിഭാഗം. അവരെന്തിന് ആരെ പേടിക്കാൻ? 2 ആശയങ്ങൾ തമ്മിലാണ് ഇപ്പോൾ ഇവിടെ ഏറ്റുമുട്ടുന്നത്. ഒന്ന്, ജീവിക്കാൻ ആർത്തിയുള്ളവർ. അത് മതപരമായ രീതിയിൽ ജൂതന്മാരെ പറ്റി ഇസ്ലാം എന്താ പറയുന്നത്? ജീവിതത്തോട് ആർത്തിയുള്ളവരും മരണത്തെ പേടിയുള്ളവരുമാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത്? ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മരണം ഇഷ്ടപ്പെടുന്നവരും ജീവിതത്തോട് ആർത്തിയില്ലാത്തവരും രക്തസാക്ഷിത്വം താല്പര്യമുള്ളവരുമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ആയത്തുള്ള അലി ഖംനയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടി വന്നത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും വൈറലായിട്ട് ഓടുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഏകദേശം ഒരു 10 ദിവസം മുമ്പ്, 10 ദിവസത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു മതസദസ്സാണ്, ഒരു പ്രബോധന സദസ്സാണ്. ആ സദസ്സിൽ വെച്ചിട്ട് ആളുകൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം അതിന് മറുപടി നൽകും. കുട്ടികളോടൊക്കെ ചെറിയ കുട്ടികളോട് വലിയ താല്പര്യമുള്ള ആളാണ് ഖംനയി. അപ്പോൾ അവരോട് ഇങ്ങനെ സ്വകാര്യം പറയുന്നതൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. കുട്ടി ചോദിച്ചത് എനിക്ക് രക്തസാക്ഷിത്വമാവണം, ഞാനതിൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തല ഒഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തലോടിങ്ങായിട്ട് നല്ല രീതിയിലൊക്കെയാണ് കുട്ടിയുടെ പേര് ചോദിക്കുന്നു, പഠിക്കുന്ന ക്ലാസ് ചോദിക്കുന്നു, ആരൊക്കെയാണ് കൂടെ വന്നത് ചോദിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നീ ഇപ്പോൾ ചെയ്യേണ്ടത്, അതിങ്ങനെ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു, അതായത് ഇറാനിയൻ ഭാഷയിൽ സംസാരിക്കുന്നു, എന്നിട്ട് അതിൽ തർജ്ജമ ചെയ്യുന്നു. ചിലതൊക്കെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ മലയാളത്തിൽ അത് വന്നിട്ടുണ്ട്. മലയാളി തർജ്ജമ ചെയ്തിട്ട് പറയുന്നു, കുട്ടി ഇപ്പോൾ പഠിക്കണം, മിടുക്കനാവണം, നന്നായിട്ട് പഠിക്കണം, അങ്ങനെ 10ാം ക്ലാസ് കഴിയണം, പിന്നെ ഡിഗ്രിയിലേക്ക് എത്തണം, പിന്നെ ജോലി സമ്പാദിക്കണം, പിന്നെ വിവാഹം കഴിക്കണം, സമൂഹത്തിന് വലിയ രീതിയിൽ സേവനങ്ങൾ ചെയ്യണം, മതത്തിന് സേവനങ്ങൾ ചെയ്യണം, രാജ്യത്തിനും ലോകത്തിനും ചെയ്യണം, ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാവണം. അങ്ങനെ വയസ്സ് കഴിഞ്ഞ് 70 80 വയസ്സാവുന്ന സമയത്ത് നീ രക്തസാക്ഷിയാവണം. അത് ഒരു ആശയമാണ്. അപ്പോൾ ആ കുട്ടിയെ നിരാശപ്പെടുത്തിയിട്ട് രക്തസാക്ഷിത്വം ചോദിച്ചതിന് രക്തസാക്ഷിത്വം ആവാനുള്ള അവസരങ്ങൾ നൽകിയിരിക്കുന്നു. സമയമായിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ സമയത്തിൽ നിനക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധ പുലർത്തണം. നിന്നിൽ രാജ്യം പ്രതീക്ഷ അർപ്പിക്കുന്നു, സമുദായം പ്രതീക്ഷ അർപ്പിക്കുന്നു, ലോകം പ്രതീക്ഷ അർപ്പിക്കുന്നു. ഒരു വ്യക്തിയിലൂടെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്, സമുദായം ഉണ്ടാകുന്നത്, രാജ്യം ഉണ്ടാകുന്നത്, ലോകം ഉണ്ടാകുന്നത്. എന്തോ ഒരു നല്ല മനോഹരമായിരിക്കുന്ന ആശയമാണ് ആ കുട്ടിയോട് ആയത്തുള്ള അലി ഖംനയി പറഞ്ഞത്. അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ രക്തസാക്ഷിത്വം, ചെറിയ 5 വയസ്സുള്ളൊരു കുട്ടി പോലും രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ യുദ്ധ സമയത്ത് പോലും, ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ 18 രാജ്യത്തെ ഇറാൻ ആക്രമിച്ചു. ചെറിയ സംഭവം ഒന്നല്ല. ലോകത്ത് 1ഉം 2ഉം ലോക യുദ്ധത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു രാജ്യം 18 രാജ്യത്തെ ആക്രമിച്ചത്. അത്രയും ആക്രമണം നടന്നിട്ട് പോലും വളരെ കൂളായ രീതിയിൽ ആ രാജ്യത്തെ പ്രസിഡന്റ് സുരക്ഷ ഇല്ലാതെ പോകുന്നു. അവിടെ ഒരു മിസൈൽ ഇസ്രായേൽ കൊണ്ടുപോയിടുകയും ചെയ്തു. അവർ നിൽക്കുന്നതിൻ്റെ പിറകിലാണ് മിസൈൽ ഇട്ടത്. ആ മിസൈൽ ഈ പ്രകടനത്തോടൊപ്പം പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിത്തെറിക്കുന്ന ആ ഭാഗത്തിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത് എന്നുള്ളത് ഓർക്കണം. കാര്യം ഏതൊരവസരത്തിലും നേതൃത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സായുധ സംവിധാനങ്ങളും ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്ന ശത്രുപക്ഷത്തിൻ്റെ മധ്യത്തിലൂടെ ഇവർ നടന്നുപോയി എന്ന് പറയുമ്പോൾ അവരുടെ ഈമാൻ ചെറുതല്ല എന്നുള്ളതും അവരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും ഒരു കൃത്യമായിരിക്കുന്ന
ഒരു സാക്ഷ്യപത്രമായിട്ട് തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതാണ്.